എനിക്കൊപ്പം ഉള്ളത് ഈ ക്യാമ്പിൽ താമസിക്കുന്ന കുറേ ചെറുപ്പക്കാരാണ്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ അവർ ചെയ്ത തൊഴിൽ അതൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് അലി. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഓട്ടോറിക്ഷ പോയിട്ടുണ്ടോ? ഓട്ടോറിക്ഷ നമ്മൾ വീട് നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ തന്നെ ഓട്ടോറിക്ഷയും പോയി നഷ്ടപ്പെട്ടു. വീട് എവിടെയാ? ചൂരമല സ്കൂൾ റോട്ടിലായിരുന്നു. സ്കൂൾ റോട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ വീട് മുഴുവൻ പോയി? വീട് മുഴുവൻ പോയി. ഫസ്റ്റത്തെ ഉരുൾപൊട്ട് വന്നപ്പോൾ നമ്മളെ വീട്ടിൽ മൊത്തം ചളിയൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ ഉപ്പാൻ്റെ ഏട്ടൻ്റെ പുര ഉണ്ടായിരുന്നു അപ്പുറത്ത്. അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. നമ്മൾ വീട്ടിൽ ഉമ്മ, ഉപ്പ, അമ്മായി, മോള്, വൈഫൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മൾ മെല്ലെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ഉരുൾപൊട്ട് വന്ന സമയത്ത് പിന്നെ വീട് മൊത്തം പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓട്ടോറിക്ഷയും നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ ഈ സ്വാഭാവികമായിട്ടും വാടക വീട്ടിലേക്കോ പുനരധിവാസ ക്യാമ്പിൽ നിന്ന് മറ്റു വീടുകളിലൊക്കെ മാറുമ്പോൾ എന്താണ് ഉപജീവനം എന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത് ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ, അപ്പോൾ അതന്നെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് വേറെ ജോലി അങ്ങനെ ചെയ്തിട്ട് പരിചയമില്ല. അപ്പോൾ ഓട്ടോറിക്ഷ തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. തീർച്ചയായിട്ടും. എന്താ പേരെന്താ? എൻ്റെ പേര് ഷബീർ. ഞാനും ഇതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ ദുരന്തത്തിൽ പറയാനുള്ള ഒരുപാട് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, കൂട്ടുകാരന്മാരും പിന്നെ കുടുംബക്കാരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്കിനി അങ്ങോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് മുണ്ടക്കൈ. മുണ്ടക്കൈ വീട് ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വണ്ടിയും പോയിട്ടുണ്ട്. എനിക്കൊരു വയസ്സായ കുട്ടിയുണ്ട്, ഒരു വാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരൊക്കെ ഉള്ളതാണ്, ഒരു അനിയനും. സ്വാഭാവികമായിട്ടും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എന്ത് തൊഴിൽ, എന്ത് വരുമാനം എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്ക ഉണ്ടാവുമല്ലോ. എനിക്കിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറെ പണിക്ക് പോയിട്ടുള്ള പരിചയമില്ല. അപ്പോൾ തീരെ നഷ്ടമായിപ്പോയി. എന്തായാലും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഒരു ഹോം സ്റ്റേ ആയിരുന്നു നമ്മളെ വീട്ടിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഫിലിമിൻ്റെ ഇതിന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ജോബ് ആകുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം മാറി. അതെ, എല്ലാം ധാരാളം വരാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തലേദിവസമൊക്കെ അങ്ങനെ നല്ല മഴയും വെള്ളമൊക്കെ ആയത് കൊണ്ടാണ് നമ്മൾ ഗസ്റ്റിനൊന്നും എടുത്തില്ല. ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ എല്ലാവരും, ഞാനും പപ്പയും ഏട്ടനും കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളെ ഒരു ജീവിതമാർഗ്ഗമാണ് പോയത്. ഇന്നിപ്പോൾ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും തെരച്ചിലിന് പോയിട്ടുണ്ടോ? ക്യാമ്പിൽ നിന്ന് കുറച്ച് പേര് പോയിട്ടുണ്ട്.